ഈ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയ്ക്ക് സാക്ഷിയാക്കാൻ വിദേശ പാർട്ടികളെ രാജ്യത്തിലേക്ക് ബി.ജെ.പി. ക്ഷണിച്ചിരിക്കുകയാണല്ലോ. പ്രത്യേകിച്ച് ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ക്ഷണിച്ചിട്ടില്ല, ഒപ്പം പാകിസ്ഥാനിലെ പാർട്ടികളെയും ക്ഷണിച്ചിട്ടില്ല. അതിന് ചില രാഷ്ട്രീയ പ്രാധാന്യങ്ങളുമുണ്ട്. അതിന് വിവരങ്ങൾ കൂടി. കെ.പി. ലോകത്തിലെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പാണ് ഭാരതത്തിൽ നടക്കുന്നത്. നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം 140 കോടി ജനങ്ങളുണ്ട്. അതിൽ 97 കോടി വോട്ടർമാരാണ് ഭാരതത്തിലുള്ളത്. ഇത് കൂടാതെ ഏറ്റവും അധികം രാഷ്ട്രീയ പാർട്ടികളുള്ള രാജ്യവും നമ്മുടെ ഭാരതമാണ്. ഏതാണ്ട് 6 നാഷണൽ പാർട്ടികൾ, ദേശീയ പാർട്ടികൾ 6 എണ്ണമുണ്ട്. കൂടാതെ 57 സംസ്ഥാന പാർട്ടികൾ. അങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഭാരതത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ എണ്ണം 2597 ലോകത്തൊരിടത്തും ഇത്രയധികം രാഷ്ട്രീയ പാർട്ടികളോ ഇത്രയധികം വോട്ടർമാരോ ഇത്ര വലിയ സമ്പന്നമായ തെരഞ്ഞെടുപ്പ് പ്രചരണമോ, അതായത് രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഏറ്റവും താഴെ തട്ട് മുതൽ ആളുകൾ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന, വളരെ സജീവമാകുന്ന ഒരു ഉത്സവ കാലഘട്ടം പോലെ ജനാധിപത്യത്തിൻ്റെ ഈ ഒരു പ്രക്രിയയെ കൊണ്ടു നടക്കുന്ന മറ്റൊരു രാഷ്ട്രം അത് ലോകത്ത് വേറെങ്ങും നമുക്ക് കാണാൻ സാധിക്കത്തില്ല. അതിനാലാണ് ബി.ജെ.പി. ഭാരതത്തിൽ അധികാരത്തിലിരിക്കുന്ന ബി.ജെ.പി. ഇപ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും വിവിധ രാഷ്ട്രീയ പാർട്ടികളെ ഭാരതത്തിലെ ഈ ഒരു ഇലക്ഷൻ പ്രക്രിയ എന്താണ്, ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണം എന്താണ്, ഒപ്പം സമൂഹത്തിലെ ഓരോ വ്യക്തിക്കും എത്രത്തോളം നമ്മുടെ രാജ്യത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ പറ്റിയുള്ള ബോധം, അതാണ് ഇതിൽ വളരെ ശ്രദ്ധേയമാകുന്നത്. അതായത് മറ്റു രാജ്യങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടെങ്കിൽ അവിടെ പല ആളുകൾക്കും അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതായിട്ട് പോലും അറിയില്ല. കാരണം അത്രത്തോളമാണ് അവരുടെ രാഷ്ട്രീയ ബോധം, അത്ര കുറവാണ്. അപ്പോൾ ഭാരതവും മറ്റു രാജ്യങ്ങളിലെ തെരഞ്ഞെടുപ്പുകളും തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസം അത് കൃത്യമായി കാണിച്ചു നൽകുന്നതിനും മറ്റുമാണ് ഇപ്പോൾ ഈ വിവിധ രാഷ്ട്രീയ പാർട്ടികളെ വിദേശത്ത് നിന്നും ബി.ജെ.പി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി ക്ഷണിക്കുന്നത്. 25 പാർട്ടികളെ ക്ഷണിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ അധികാരത്തിലുള്ള ഡെമോക്രാറ്റിക് പാർട്ടി, അതോടൊപ്പം തന്നെ അവിടുത്തെ മറ്റൊരു പ്രധാന കക്ഷിയായിട്ടുള്ള റിപ്പബ്ലിക്കൻ പാർട്ടി, UK-യിലെ ലേബർ പാർട്ടി, കൺസർവേറ്റീവ് പാർട്ടി, അതോടൊപ്പം ബംഗ്ലാദേശിൽ അധികാരത്തിലിരിക്കുന്ന അവാമി ലീഗ്, ഇങ്ങനെയുള്ള കക്ഷികളെയൊക്കെയാണ് ക്ഷണിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൽ വളരെ ശ്രദ്ധേയം ജനാധിപത്യ സ്വഭാവത്തെ ഉൾക്കൊള്ളാത്ത രാഷ്ട്രീയ പാർട്ടികളെ ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണമാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ക്ഷണമില്ല. കാരണം അവരെ ജനാധിപത്യം പഠിപ്പിക്കുന്നതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ആ നാട്ടിൽ തന്നെ ജനാധിപത്യമില്ല, ചൈനയിൽ തെരഞ്ഞെടുപ്പില്ല. ഒരു ഏകാധിപത്യ സ്വഭാവമുള്ള സിംഗിൾ പാർട്ടി സിസ്റ്റം ഫോളോ ചെയ്യുന്ന രാജ്യമാണ് ചൈനയൊക്കെ. അതിനാൽ അങ്ങനെയുള്ള പാർട്ടികൾ ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം ജനാധിപത്യം പഠിപ്പിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുള്ള ആൾക്കാരെ മാത്രമേ ഇങ്ങോട്ട് ക്ഷണിക്കുന്നുള്ളൂ. അതിനാൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ക്ഷണമില്ല. അതോടൊപ്പം തന്നെ ഇപ്പോൾ നോർത്ത് കൊറിയയിലെ വർക്കേഴ്സ് പാർട്ടി, നമുക്കറിയാം കിം ജോങ് ഉന്നിൻ്റെ ഏകാധിപത്യ മനോഭാവം വെച്ചു പുലർത്തുന്ന നാടാണ്. അത്തരം വർക്കേഴ്സ് പാർട്ടി, അതായത് ചുരുക്കം പറഞ്ഞാൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ക്ഷണമില്ല. ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലിരിക്കുന്ന 5ഓളം രാജ്യങ്ങളുണ്ട്. ചൈന, നോർത്ത് കൊറിയ, വിയറ്റ്നാം, ലാവോസ്, ക്യൂബ, അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നൊന്നും ഒരു പാർട്ടികൾക്കും ക്ഷണമില്ല. ഒപ്പം പാകിസ്ഥാനിലെ രാഷ്ട്രീയ പാർട്ടികൾക്കും ക്ഷണമില്ല. കാരണം പാകിസ്ഥാനും ഈ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പൊക്കെ അവിടെ നടക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെയും ഒരു ജനാധിപത്യ സ്വഭാവമില്ല, തീവ്ര ഇസ്ലാമിക സ്വഭാവം വെച്ചു പുലർത്തുന്ന പാർട്ടികളാണ്. പാകിസ്ഥാൻ മുസ്ലിം ലീഗും പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയും ചേർന്നാണ് ഇപ്പോൾ ഭരിക്കുന്നത്. പ്രതിപക്ഷത്ത് തെഹരീക്കെ ഇൻസാഫ് ഉണ്ട്. അപ്പോൾ ഇത്തരം പാർട്ടികൾക്ക് ക്ഷണമില്ല. ബംഗ്ലാദേശിലെ പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള ബംഗ്ലാദേശി നാഷണൽ പാർട്ടിക്ക് ക്ഷണമില്ല. കാരണം അതും ഈ പറഞ്ഞ പോലെ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ഉൾപ്പെടുന്ന തീവ്ര മുസ്ലിം സ്വഭാവം വെച്ചു പുലർത്തുന്ന ഒരു പാർട്ടിയാണ് കാളിദാസിയയുടെ ബംഗ്ലാദേശി നാഷണൽ പാർട്ടി. അവർക്കും ക്ഷണമില്ല. അപ്പോൾ ജനാധിപത്യത്തെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ജനാധിപത്യ സ്വഭാവത്തെ ഉൾക്കൊള്ളുന്ന ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള രാഷ്ട്രീയ പാർട്ടികളെയാണ് ഭാരതീയ ജനതാ പാർട്ടി ഇപ്പോൾ ഭാരതത്തിലേക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാണുന്നതിനായും അത് പഠിക്കുന്നതിനായും ക്ഷണിച്ചിരിക്കുന്നത്. കെ.പി.